സങ്കീർത്തനം 19:1. ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. പകൽ പകലിന് വാക്ക് പൊഴിക്കുന്നു, രാത്രി രാത്രിക്ക് അറിവ് കൊടുക്കുന്നു. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം കേൾപ്പിക്കുന്നില്ല. ഭൂമിയുടെ എല്ലായിടും അതിന്റെ അളവുനൂല് ഭൂതലത്തിന്റെ അറ്റത്തോളം അതിന്റെ വചനവും ചൊല്ലും. ദൈവവചനം നമ്മൾ ഇവിടുന്ന് അയച്ചാൽ അത് ഈ ലോകം മുഴുവനും പടർന്ന്, ഭൂലോകം മുഴുവൻ പടർന്ന് തിരിച്ചു വരും. അത് അയച്ച കാര്യം ചെയ്തിട്ടേ വരത്തുള്ളൂ. ആകാശം പോലും ദൈവത്തിന്റെ മഹത്വത്തെ, നമ്മൾ നടുന്ന ചെടികൾ, നമ്മുടെ ചുറ്റുപാട് എല്ലാം ദൈവത്തിന്റെ മഹത്വത്തേ ഉള്ളൂ. നമുക്കുള്ള എല്ലാം ദൈവത്തെ മഹത്വം കൊടുക്കാനായിട്ട് നമ്മുടെ മക്കള് നമുക്ക് തന്നിരിക്കുന്ന മൃഗങ്ങള്, നമ്മുടെ ജോലിക്കാർ, നമ്മുടെ ഭവനത്തിലുള്ളവർ എല്ലാം ദൈവത്തിന്റെ ദാനമാണെന്ന് കാണുമ്പം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ദൈവത്തെ ദിനം പ്രതി സ്തുതിക്കും. ഇടയ്ക്കൊക്കെ നമ്മൾ താണു പോവെങ്കിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിർബന്ധമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ദൈവത്തിന് നന്ദിയുള്ളവരായിരിക്കണം. മൃഗങ്ങൾ നന്ദി പറയുന്നുണ്ട്, പക്ഷികൾ പാട്ട് പാടുന്നുണ്ട്. നമുക്ക് മാത്രം എന്താ സാധിക്കാത്ത? ദൈവം നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിച്ച് അവനെ സ്തുതിക്കുന്നവരാക്കി നമ്മളെ മാറ്റിയെടുക്കട്ടെ. അനുഗ്രഹം പ്രാപിച്ചെടുക്കട്ടെ. ആമേൻ.